ഫ്ലേവേഴ്സ് ആൻഡ് കളേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ചോക്കോ ഓട്ട് കുക്കിയാണ്. ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെ ഓട്സ് ആണ്. ഓട്സ് ഹെൽത്തി ആയിട്ടൊരു സംഭവമാണ്. ഇതെല്ലാവരും വീട്ടിലിപ്പോൾ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് നോക്കാം ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണ്. ഓട്സ് ഒരു 3 കപ്പ്. നിങ്ങൾ ഏത് മെഷർമെൻറ്റ് കപ്പാണ് യൂസ് ചെയ്യുന്നത് അതിന് വെച്ചിട്ട് വേണം ബാക്കി എല്ലാ സാധനങ്ങളും എടുക്കാനായിട്ട്. അപ്പോൾ ഒരു 3 കപ്പ് ഓട്സ്, പഞ്ചസാര ഒരു 1/2 കപ്പ്, അതുപോലെ കൊക്കോ പൗഡർ അല്ലെങ്കിൽ ഡ്രിങ്കിങ് ചോക്ലേറ്റ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഡ്രിങ്കിങ് ചോക്ലേറ്റ് ആണ്. കൊക്കോ പൗഡർ ആണെങ്കിലും മതി. അതുപോലെ പീനട്ട് ബട്ടർ, ഇത് ഓപ്ഷണലാണ്. ഇല്ലെങ്കിൽ നട്ട്സോ മുന്തിരിങ്ങയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ വാനില എസൻസ്, ബട്ടർ ഒരു 2 ടേബിൾ സ്പൂൺ, പാല് ഒരു 250 ml. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആദ്യം നമ്മുടെ പാനിലേക്ക് നമുക്ക് ചേർക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ കൊക്കോ ഒന്ന് കലക്കിയെടുക്കാം. കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ യൂസ് ചെയ്താൽ മതിയാവും. ഇത് ഞാൻ ഡ്രിങ്കിങ് ചോക്ലേറ്റ് എടുത്തേക്കുന്നത്. ഇതൊരു 4 ടീസ്പൂണോളം, 4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൊക്കോ പൗഡർ കൂടിപ്പോയാൽ ചെറിയ കയ്പ്പ് പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് ചേർക്കുമ്പോൾ കൊക്കോ പൗഡർ കൃത്യമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. നമുക്ക് പാനിലേക്ക് ഒഴിക്കാം. അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാര, ബട്ടർ, അതുപോലെ പീനട്ട് ബട്ടർ 2 ടേബിൾ സ്പൂൺ, ഇത് ഓപ്ഷണലാണ്. പാല് 250 ml. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം. നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം. ഈ ബട്ടറും പീനട്ട് ബട്ടറും അതുപോലെ കൊക്കോ പൗഡറും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മെൽട്ടായിട്ട് വരണം. ഇപ്പം നമ്മൾ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മെൽറ്റായിട്ടുണ്ട്. നമ്മളിതിനെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചെറുതായിട്ട് കുറുക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വാനില എസൻസ് ആഡ് ചെയ്യാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യാനുസരണം ഓട്സ് ചേർക്കാം. ഏറ്റവും സിമ്മിലിട്ടേ ചെയ്യാവൂ. ഓട്സും ഇതും നമ്മളുടെ മധുരവും നമ്മുടെ ആവശ്യാനുസരണം. അപ്പം നമ്മുടെ ഓട്സ് കുക്കീസ് നമ്മുടെ ബാക്കി മിക്സൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഞാനിതിവിടെ ബട്ടർ പേപ്പറിലേക്കാണ് വെക്കുന്നത്. ഇനി ബട്ടർ പേപ്പർ ഇല്ലയെന്ന് വെച്ച് വിഷമിക്കേണ്ട. ഒരു നല്ല സ്റ്റീലിൻ്റെ ബൗള് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിലിച്ചിരി ഗീയോ ബട്ടറോ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് പുറത്തെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചാലും മതിയാവും. നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്കിത് സെറ്റ് ചെയ്യാം.
തിക്നെസ് ഒക്കെ നമ്മളുടെ ഇഷ്ടാനുസരണം. നമ്മളുടെ ചോക്കോ ഓട്ട് കുക്കി റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ, ഇപ്പോൾ ഇത് നമ്മൾ ചൂടനെ തന്നെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് എടുക്കാം. ഇപ്പോൾ ചെറിയ ചൂടാണ് ഇതിന്. അപ്പോൾ നമുക്കിത് ഇപ്പോൾ സ്പൂണിൽ ഞാൻ ജസ്റ്റ് വെച്ചതേ ഉള്ളൂ. തിക്നെസ് ഒക്കെ നമ്മുടെ ഇഷ്ടാനുസരണം. ഷേപ്പ് പോരാൻ തോന്നിയാൽ അതിന് റൗണ്ട് ഷേപ്പ് കൊടുക്കാനായിട്ട് ചെറുതായിട്ട് നാറി കഴിയുമ്പം അതിനനുസരിച്ച് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഇതിനെ ഒന്നും ചെയ്യേണ്ടത്, തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ഒരു കുക്കി റെഡിയാവും. ഇതൊരു 3-4 മണിക്കൂർ ഏറ്റവും കുറഞ്ഞതൊന്ന് സെറ്റായിട്ട് വരാൻ എടുക്കും. പിന്നെ വേറെ ബേക്കിങ്ങോ അങ്ങനെയൊന്നും നമുക്ക് ആവശ്യമില്ല. ഭയങ്കര ഹാർഡല്ല, എന്നാൽ സോഫ്റ്റും അല്ല. ആ ഒരു പരുവത്തിലാണ് ഈ കുക്കി ഉള്ളത്. അപ്പോൾ ഇത് 3-4 മണിക്കൂർ എടുക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിരുന്ന കുക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഇങ്ങനെ ഈ പരുവത്തിൽ നമുക്ക് കിട്ടും. ശരിക്കും ഭയങ്കര ടേസ്റ്റിയാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ബിസ്ക്കറ്റ് കഴിക്കുന്ന പോലെ തന്നെ. ഓക്കെ, നമുക്കൊന്ന് കഴിച്ച് നോക്കിയാൽ എങ്ങനെയുണ്ടെന്നല്ലേ. നല്ല ടേസ്റ്റിയാണ്. പിള്ളേർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ ഈസി ആയിട്ട് റെസിപ്പിയാണ്. നമുക്ക് ബേക്കിങ്ങോ ഒന്നും ആവശ്യമില്ല. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഓട്സാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ട് തന്നെ സാധനം ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായിട്ട് വരുന്നത് വരെ ഫ്ലേവേഴ്സ് ആൻഡ് കളേഴ്സിൽ നിന്നും സൈനിങ് ഓഫ് സ്മിത.